ഹായ്, എൻ്റെ പേര് സാൻഡ്ര. ഇതെൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഇത് എന്താ പറയാ, എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. കാരണം കുറച്ച് ആൾക്കാർ കാണുമല്ലോ, അപ്പൊ അതിന്റെ ചെറിയൊരു ടെൻഷനുണ്ട്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ശരിക്കും സ്ഥലം തൃശ്ശൂരാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പോൾ 3 years ആയി ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രം. വീട്ടിലുള്ള സമയത്തോ അല്ലെങ്കിൽ അപ്പുറം ഞാൻ സ്കിൻ കെയർ ശ്രദ്ധിക്കാറേയില്ല. ഞാൻ വെറുതെ നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കും. അതല്ലാണ്ട് ഞാൻ ഇങ്ങനെ സ്കിൻ കെയർ ആയിട്ടൊന്നും ചെയ്യാറില്ല. സ്കിൻ കെയറോ അല്ലെങ്കിൽ അതിനൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടും, അതായത് ഇപ്പോൾ റൂംമേറ്റ്സ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ കണ്ട് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തത്. കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം 2 പ്രൊഡക്ട്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ഐറ്റം. ഈ സൂപ്പർ ബ്രൈറ്റ് ഫേസ് സിറാണ്. ഇത് ബിഗിനേഴ്സിന് ഭയങ്കര ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതായത് എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഭയങ്കര റിസൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡോട്ട് ആൻഡ് കീ തന്നെ മോയ്സ്ചറൈസർ ആണ്. ഇതും അടിപൊളി സാധനമാണ് കേട്ടോ. സ്കിന്നിൽ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാനുള്ള ഒരു സംഭവമാണ്. ഇതും എനിക്ക് ഇട്ടിട്ട് ഭയങ്കര റിസൾട്ട് ആയിരുന്നു. ഇത് 2 പ്രൊഡക്റ്റും എനിക്ക് അടിപൊളി റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നോക്കാം. ഇപ്പൊ എല്ലാവർക്കും എല്ലാ ഇതും സ്യൂട്ട് ആവണമെന്നില്ല. അതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. അതായത് ഇപ്പോൾ ഒരാഴ്ച യൂസ് ചെയ്തു, 2 ആഴ്ച യൂസ് ചെയ്തു, എന്നിട്ടും റിസൾട്ട് ഒന്നും കാണണമെന്ന് നിർത്തരുത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 months എങ്കിലും ചെയ്യുമ്പോൾ കുറച്ച് റിസൾട്ടൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കൺസിസ്റ്റൻസിയാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ഇത് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സ്കിൻ കെയർ ചെയ്യണതിനൊപ്പം തന്നെ അകത്തോട്ട് ഉള്ളിലേക്ക് നമ്മൾ കഴിക്കാന്നുണ്ടോ, അപ്പോൾ കുറച്ചും കൂടി ഒരു നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട് അത് രണ്ടും അതിൻ്റെ ജ്യൂസ് കുടിക്കാറുണ്ട്. സ്കിന്നെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് വെള്ളം കുടിക്കരുത് നിങ്ങൾക്ക് അറിയണ കാര്യമാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സംഭവം ഷെയർ ചെയ്തത് അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറയണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ റിസൾട്ട് കിട്ടുന്നത് ആ ഒരു സംഭവം യൂസ് ചെയ്യുക. എനിക്ക് കിട്ടിയ ഒരു റിസൾട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പുതിയതായിട്ട് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് ബെസ്റ്റ് ചോയ്സ് ആണിത്. ബിഗിനേഴ്സിന് നല്ലതായ റിസൾട്ട് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്താണോ യൂസ് ചെയ്യുന്നത് അതിനെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ആദ്യം തന്നെ ഞാൻ ഈ സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും. ഇത് സൂപ്പറാണ്, അടിപൊളി ഫേസ് വാഷാണ്. നിങ്ങൾക്ക് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ഫേസ് വാഷാണ്. ഇതാണ് ഞാൻ കുറേ നാളുകളായിട്ട് തന്നെയാണ് യൂസ് ചെയ്യണത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിട്ടിട്ടാണ് ഞാൻ ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും. ഈ സിറം അപ്ലൈ ചെയ്യും. നൈറ്റത്തെ സ്കിൻ കെയർ ആണ് ഞാൻ പറയണത്. ആദ്യം ഇത്, പിന്നെ ഈ സിറം, പിന്നെ അതിന് ശേഷം ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് 3 ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഡെയിലി കിടന്നുറങ്ങാറ്. ഇത് ഇട്ടിട്ട് കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഫേസിലൊരു വല്ലാത്തൊരു ഗ്ലോയാണോ അല്ലെങ്കിൽ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിനെ പോലെ നമുക്ക് തോന്നും രാത്രി എണീറ്റിട്ടിങ്ങനെ മിറർ നോക്കുമ്പോൾ. അപ്പോൾ നമുക്കിങ്ങനെ റിസൾട്ടൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യണം. എന്തെങ്കിലും ട്യൂട്ടറുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. എന്നെ നിങ്ങളുടെ ഒരു കൂട്ടത്തിലൊരാളായിട്ട് കണ്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇനിയിപ്പോൾ അടുത്തിടാൻ പോകുന്ന വീഡിയോസ് എൻ്റെ ഒരു കോണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 days ചാലഞ്ച് പോലെ. ഞാൻ അടുത്ത 30 ദിവസത്തേക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് മാത്രമേ കഴിക്കുള്ളൂ. അത് എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടായിരിക്കും നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും, എനിക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് മാത്രം കഴിക്കുന്നതായിട്ടുള്ള വീഡിയോസും പിന്നെ അതുപോലെ നല്ല നല്ല ഹെൽത്തി ടിപ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം
അതിനായിട്ടുള്ള റൂട്ടീനും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഞാനിനി തുടർന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഹെൽത്തി ടിപ്സ് നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്തായാലും ഫോളോ ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സത്യം പറഞ്ഞാൽ എനിക്ക് മുൻപ് വേറൊരു ചാനലുണ്ടായിരുന്നു, അതിൻ്റെ പേര് ഹാ ഹാ ഹാപ്പിനെസ് എന്നായിരുന്നു. അതിൽ ഭയങ്കര കോമഡി ആയിരുന്നു. അതായത് ഹാ ഹാ ഹാപ്പിനെസ് എന്ന് പറയുന്ന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചിരിക്കാം, എങ്ങനെ മനസ്സ് തുറന്ന് ചിരിക്കാം, എങ്ങനെ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റി ടെൻഷനൊന്നും ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, അങ്ങനത്തെ കുറച്ച് ടിപ്സ് ഒക്കെ പറയണ ഒരു ചാനലായിരുന്നു എൻ്റെ. പേര് തന്നെ കണ്ടില്ലേ, ഹാ ഹാ ഹാപ്പിനെസ്, കോമഡി ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഞാനത് വിട്ടു. അത് ഞാൻ ആ വീഡിയോ ഇട്ടതല്ല, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കുറേ പുതിയതായിട്ട് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഹാ ഹാ ഹാപ്പിനെസ് തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊറോണ ആ സമയത്ത് 2020-2021 കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലാണ് ഞാൻ തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അതിലൊരു വിഷമമുണ്ട്. കാരണം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കുറച്ച് ചെറിയ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പൊ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തിയാലേ. അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. നല്ല ഹാപ്പിനെസ് ഒക്കെ ആയിട്ടിരിക്കും. നമ്മുടെ മുഖത്തൊക്കെ നല്ല ഗ്ലോ ചെയ്യും. അപ്പം അതും നമുക്ക് നല്ലതാണ്. നിങ്ങളെല്ലാവരും പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണല്ലോ മുഖം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ളിൽ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഫേസിൽ അതിങ്ങനെ കാണിക്കും. നിങ്ങൾ നന്നായിട്ട് വേണ്ടതൊക്കെ കുറിച്ച് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കും. അപ്പം അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ബൈ.